നമസ്കാരം, എൻ്റെ പേര് ആൻസി അലക്സ്. ഇന്ന് നമുക്ക് വാക്സിനേഷന്റെ പ്രാധാന്യം അഥവാ രോഗപ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. രോഗങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുകയും അതുമൂലം നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, സ്മാൾ പോക്സ്, വസൂരി, പോളിയോ എന്നീ രോഗങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ നിന്നും ഇല്ലാതാക്കാൻ സഹായിച്ചതിൽ വാക്സിന് വളരെയധികം പങ്കുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രോഗപ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യം. ഇനി ഓരോന്നായി നമുക്ക് കാണാം. ഒന്നാമതായി രോഗപ്രതിരോധം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അതുമൂലം മരണനിരക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ചെറിയ അളവിൽ രോഗാണുവിൻ്റെ ഭാഗം നമ്മുടെ ശരീരത്തിൽ തന്ന് ഇനി എപ്പോഴെങ്കിലും അഥവാ ഭാവിയിൽ ഈ രോഗം നമ്മുടെ ദേഹത്ത് വരുമ്പോൾ നമ്മുടെ ബോഡി അത് മനസ്സിലാക്കുകയും അതിനെ തടയാൻ ശ്രമിക്കുന്നു. രണ്ടാമതായി, ഗുരുതര രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ഗുരുതര രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പോളിയോ, മീസിൽസ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. മൂന്നാമതായി, കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നു. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കായിരിക്കും. അപ്പോൾ അവർക്ക് വാക്സിൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സർക്കാർ നൽകുന്ന ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പാലിക്കുക. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കൊടുക്കുന്നതാണ് BCG, ഹെപ്പറ്റൈറ്റിസ് B, OPV, ഓറൽ പോളിയോ വാക്സിൻസ്. അതിനുശേഷം 6, 10, 14 ആഴ്ചകളിൽ കൊടുക്കുന്ന പെൻഡാവാലൻ, IPV, OPV, റോട്ട വൈറസ് വാക്സിനുകളും 9ാം മാസം കൊടുക്കുന്ന വൈറ്റമിൻ A വാക്സിനും MR വാക്സിനും അതേപോലെ തന്നെ 16 മുതൽ 24 മാസം വരെ കൊടുക്കുന്ന DPT ബൂസ്റ്റർ വാക്സിനും OPV വാക്സിനും അതുപോലെ തന്നെ 5 മുതൽ 6 വരെ കൊടുക്കുന്ന DPT ബൂസ്റ്റർ വാക്സിനും നിങ്ങളുടെ കുട്ടികൾക്ക് സമയാസമയങ്ങളിൽ കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. അതിനായി കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡ് സൂക്ഷിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുക. ഇനി നാലാമതായി പറയുകയാണെങ്കിൽ, ആരോഗ്യകരമായ ഗർഭകാലത്തിന് ഇത് സഹായിക്കുന്നു. ഗർഭകാലത്ത് എടുക്കുന്ന വാക്സിനുകളിൽ ഒന്നാണ് TT വാക്സിൻ. TT വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്ത് 4 ആഴ്ചയ്ക്കുള്ളിലാണ് TT സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ കുട്ടികളെയും കുഞ്ഞുങ്ങളെയും അമ്മയും ഇത് സംരക്ഷിക്കുന്നു. ടെറ്റനസ് എന്ന രോഗത്തിൽ നിന്ന് ഇത് സംരക്ഷിക്കുന്നു. ഇനി അഞ്ചാമതായി പറയാന്നുണ്ടെങ്കിൽ, സമൂഹത്തിനെ ഇത് സംരക്ഷിക്കുന്നു. സമൂഹത്തെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്ത് വരുന്ന അസുഖങ്ങൾ, പലതരം അസുഖങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ വാക്സിൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്ത് പടരുന്നത് കുറയും. അതുപോലെ തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന വാക്സിനുകളുണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന വാക്സിനുകളുണ്ട്. അതിലൊന്ന് COVID-19 വാക്സിൻ, ഫ്ലൂ വാക്സിൻ, TT വാക്സിൻ, പട്ടികളുടെ കടി അല്ലെന്നുണ്ടെങ്കിൽ മൃഗങ്ങളുടെ കടി കിട്ടുമ്പോൾ നമ്മൾ എടുക്കുന്ന റാബിസ് വാക്സിൻ അതുപോലെ തന്നെ ഹ്യൂമൻ പാപ്പിലോമ വാക്സിൻ, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സെർവൈക്കൽ ക്യാൻസർ തടയുവാൻ എടുക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനുകളും ഇന്ന് നമ്മുടെ ഇടയിൽ ലഭ്യമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സമയാസമയങ്ങളിൽ വാക്സിൻ എടുക്കുക, ഹെൽത്തി ആയിട്ടുള്ളൊരു ഭാവി ഉറപ്പാക്കുക. താങ്ക് യു.